കാര്യങ്ങളെ ചിത്രീകരിക്കും. വചനത്തെ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് അന്നത്തെ കാലത്ത്, ഇന്നത്തെ ആളുകൾക്ക് വിത്ത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ പിള്ളേർക്കൊന്നും അറിയില്ല. അവര് സ്തോത്രം പാക്കറ്റിനകത്ത് ഫുഡ് മേടിച്ച് കഴിക്കുന്നത് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ അറിയില്ല. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കൃഷി ചെയ്തെങ്കിലേ, അവനവൻ കൃഷി ചെയ്തെങ്കിലേ, വിത്ത് ഉണ്ടെങ്കിലേ സ്തോത്രം അതിനകത്തുനിന്ന് ഫലം ഉണ്ടാകുകയുള്ളൂ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മളിൽ പലരും നമ്മുടെ മെയിൻ ലൈൻ ആളുകൾ വിത്ത് കാണുന്നില്ല. ഏതോ സ്ഥലത്ത് ഇന്ത്യയിലൊക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആളുകളൊക്കെ വിത്തിനെ മറക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കഷ്ടപ്പെടുന്ന കർഷകർ മാത്രം വിത്ത് കാണുന്നു. നമ്മുടെ ആൾക്കാരോ നമ്മുടെ പിള്ളേരോ വിത്ത് എന്നാന്ന് അറിഞ്ഞിട്ടില്ല. എന്റെ സ്വതന്ത്ര ഫലം മാത്രം ഇടിച്ച് പൊടിച്ച് പാക്കറ്റാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഹാഫ് കുക്ക് ചെയ്ത് കൈ തരിക, പിന്നെ ഒന്ന് പുഴുങ്ങി നമ്മൾ തിന്നുക, അത്രയേ ഉള്ളൂ. ഇത് എന്നെ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. അപ്പൊ അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാം. അപ്പൊ അതുണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് നടക്കുകയുള്ളൂ. അതുണ്ടെങ്കിലേ ജീവൻ നിലനിർത്തണം. വിത്തില്ലാതെ സ്വതന്ത്രം സമൂഹത്തെ നിലനിർത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അവർക്ക്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തെയും ദൈവപുത്രന്മാരെ അഥവാ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വിത്താണ്, നമ്മൾ വിതച്ച വിത്ത് എന്ന് പറയപ്പെടുന്നത്. വിതയ്ക്കാൻ പോയി വിത്ത് എന്നുള്ള വ്യാഖ്യാനത്തിനകത്ത് വരുന്നത്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെയുള്ളൊരു പദമാണ് ജീവൻ. വചനത്തിനകത്ത് ജീവനുണ്ട്. ജീവൻ എന്ന പദത്തെ കുറിച്ച് അറിയാൻ വയ്യാത്ത ആളുകളില്ല. സ്തോത്രം. എല്ലാവർക്കും അറിയാം ജീവനെ കുറിച്ച്. ജീവൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു പവറൊക്കെ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, അതിന് വേദപുസ്തകത്തിലൂടെ വരുമ്പോൾ ഭയങ്കരമായ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്, ഞാൻ ജീവനാണെന്നൊക്കെ യേശു പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജീവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചത്തു കിടക്കുന്ന ആൾക്കാരോടല്ല പറയുന്നത്. പിന്നെ ജീവിച്ചിരിക്കുന്ന, ഇപ്പൊ നിങ്ങളെ പോലെ യോഗത്തിൽ സൂമിലേക്ക് നോക്കിയിരിക്കുന്നവരെ പോലെ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്ന ആൾക്കാരോട് ഈ പറയുന്നത്. അപ്പൊ അവർക്ക് ജീവനുണ്ട്, ചിന്തിക്കാൻ കഴിവുണ്ട്, സ്വതന്ത്രം വിചാരിക്കാൻ കഴിവുണ്ട്. പിന്നെ എന്താ ജീവൻ എന്ന് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നത് ഒരു പവറാണ്, എനർജിയാണ് നമ്മുടെ അകത്ത്. ഇങ്ങനെ അതറിയാം. സ്വതന്ത്രം മനുഷ്യ ശരീരത്തിനകത്ത് ഇതെല്ലാം ഗ്രന്ഥികളാണ്, എന്തെല്ലാം കാര്യം, ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കണ്ണിനെ കുറിച്ച് ശരിക്കും സ്തോത്രം, കണ്ണിനെ കുറിച്ച് മെഡിക്കൽ സൈഡിൽ പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഒരു 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 ദൈവോചന പഠിതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ദൈവസൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രഭാഷണ രീതി പറയുവാണെങ്കിൽ കണ്ണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ എന്താ പറയാ മെഗാ പിക്സലുകൾ എന്നൊക്കെ അല്ലേ പറയുന്നത്. ക്യാമറയ്ക്ക്, നമ്മുടെ മൊബൈലിന്റെ ബാക്കിലെ ക്യാമറയ്ക്കൊക്കെ അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏത് വലിയ ക്യാമറയേക്കാൾ മെഗാ പിക്സലുള്ള ഒരു ക്യാമറ, 2 ക്യാമറയാണ് കണ്ണെന്ന് പറയുന്നത്. ഏത് കളറിനെ എന്തിനെ ഇത് കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മൾ ഒപ്പിയെടുത്തത്. സ്തോത്രം. നിങ്ങൾ 5 പഠിച്ചപ്പോഴോ 6 പഠിച്ചപ്പോഴോ നിങ്ങൾ ടൂറിന് പോയപ്പോഴോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അന്ന് കണ്ട സ്തോത്രം ചില പ്രത്യേക സംഭവങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട് പറഞ്ഞു വരുമ്പോൾ. ആ സംഭവത്തെ, അന്നത്തെ സംഭവത്തെ അന്ന് കണ്ണൊപ്പിയെടുത്തു, ക്യാമറ ക്യാച്ച് ചെയ്തതുപോലെ ഒപ്പിയെടുത്തു. എന്നിട്ട് നമ്മുടെ മെമ്മറി എന്നൊക്കെ പറയുന്നതോ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറിനേക്കാൾ വലുതാണ് മനുഷ്യന്റെ സ്തോത്രം മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ 2 സ്റ്റോറേജാണ് ഉള്ളത്, മൈൻഡും ബ്രെയിനും. ഇതിനകത്ത് രണ്ടിനകത്തുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് മൊബൈലിലൊക്കെ അങ്ങനെയല്ലേ സ്തോത്രം, അതിന് ഹാർഡ് ഡിസ്കും ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി കാർഡൊക്കെ ഉള്ളതുപോലെ വിവിധ സ്റ്റോറേജ് ഉള്ളതുപോലെ തന്നെ മനുഷ്യൻ 2 എണ്ണം ഉള്ളത്. അപ്പൊ ഈ ക്യാമറ ഒപ്പിയെടുക്കുന്ന സംഭവമാണ് വാസ്തവത്തിൽ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നതാണ് മെമ്മറിയിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ പോയി കണ്ട ഒരു രാജ്യം, അല്ലെങ്കിൽ പോയി കണ്ട ഒരു സ്ഥലം, ഒരു വെള്ളച്ചാട്ടം, ഒരു പൂന്തോട്ടം, ഇതൊക്കെ അന്ന് കണ്ടതാ. ഇന്നേക്ക് ഒരു പക്ഷെ 15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതായിരിക്കാം. 15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സംഭവത്തെ ഒപ്പിയെടുത്തിട്ട് ബ്രെയിനിൽ സ്റ്റോറേജ് ചെയ്തു. അത് അവിടെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരാറുണ്ട്. ഹല്ലേലൂയ. പ്രിന്റ് ഔട്ട് എടുക്കാൻ മാത്രം പറ്റത്തില്ലെന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, സ്ക്രീനിൽ തന്നെയുണ്ട്, കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്കത് ഉള്ളിൽ ബോധ്യമാക്കാൻ പറ്റുന്നു. നമ്മുടെ ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ചാൽ തന്നെ എന്തെല്ലാം ഹോർമോൺസ് ഇതൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഭയങ്കരമാണ്. സ്തോത്രം. അതുപോലെ ഒത്തിരി നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, ബ്രെയിനിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായി പഠിച്ചാൽ ഒരു ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന മനുഷ്യന്റെ തലച്ചോറിനകത്ത് 11 വാട്ട്സിന്റെ ഒരു ബൾബ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി എപ്പോഴും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ജീവനെ കുറിച്ച് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ പദത്തിനകത്ത് ഇത്രയുമാണ്. കേൾക്കണേ. ഇതൊക്കെ ഒരാൾ മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിക്കും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ക്യാമറ എന്നൊക്കെ പറഞ്ഞ കണ്ണുകൾ രണ്ടും ഒരു നിർണായക സമയം കഴിയുമ്പോഴേക്കും സ്തോത്രം നിശ്ചലമാകും. ജീവൻ പോയതോടുകൂടി നിശ്ചലമായി. അത് ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പവർ ഹൗസ് ആണ്. ജീവൻ പോയതോടുകൂടി ബ്രെയിൻ നിശ്ചലമായി. സ്തോത്രം. ഈ ശരീരത്തിൽ കാണുന്ന ഗ്രന്ഥികൾ, ഈ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളും ആസിഡുകളും എല്ലാം ജീവൻ പോയ നിമിഷത്തിൽ ഇതെല്ലാം പണിമുടക്കി. അപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? ജീവനും കൊണ്ടാ. ജീവൻ ഉള്ളത് കൊണ്ടാ ഇതെല്ലാം വർക്ക് ചെയ്തത്. ജീവൻ പോയാൽ ഇതൊക്കെ സ്റ്റോപ്പ് ആകുന്നു. സ്തോത്രം. എല്ലാം നിന്നു പോകുന്നു. അപ്പൊ ജീവൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ അകത്ത് ഉള്ളതാണ്
ഇതിനെ മുഴുവൻ റൺ ചെയ്യിപ്പിക്കുന്നത്. ഈ കണ്ണിനെയും മൂക്കിനെയും ശ്വാസത്തെയും ഈ ഭയങ്കര അപാരമായിരിക്കുന്ന സംഭവം. അപ്പൊ അത്രയ്ക്ക് ജീവൻ ശരീരത്തിനകത്ത് ഈ സംഭവം, ഈ ഘടനകളെ മുഴുവൻ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയിലും ഒക്കെയുള്ള സംഭവത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത് ജീവനാണെങ്കിൽ ആ ജീവന് തുല്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് വചനം എന്ന് പറയുന്നത്. അതില്ലാതെ നമ്മളിനി എന്നാ സ്വത്രം എത്ര 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 കോടി രൂപയുടെ ആസ്തി നമുക്കുണ്ടെങ്കിലും, എത്ര രൂപയുടെ ശമ്പളം നമുക്കുണ്ടെങ്കിലും, എവിടെയൊക്കെ നമുക്ക് വീണുണ്ടെങ്കിലും, ദൈവത്തിന്റെ വചനം എന്ന ജീവനുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, വേണ്ടുവണ്ണം ഇരുന്നെങ്കിൽ മാത്രമേ ഇത് സുബോധത്തോടും സന്തോഷത്തോടും അനുഭവിക്കാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് ശക്തമാണ് ദൈവത്തിന്റെ വചനം. നമുക്കതിനെ കുറിച്ച് ബോധമുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, വചനത്തിന് ജീവനുണ്ടെന്ന്. വചനം ജീവനാണ്, അതിനകത്ത് ജീവനുണ്ട്, നമ്മളിലേക്ക് അത് പകരുന്നതാണ്. വചനത്തിനകത്ത് എന്തുണ്ടോ അത് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ആ പവർ ഉണ്ടല്ലോ, അതൊരു എനർജിയാണ്, ഒരു പവറാണ്. ആ പവർ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി സ്തോത്രം, ദൈവം അത് നിരീശ്വരനാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് 70-80 കൊല്ലം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപക്ഷെ സ്തോത്രം നമുക്ക് ജീവനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഈ വിഷയങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ, പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാൻ, ഈ പ്രതിസന്ധികളെയൊക്കെ ആ ആരോഗ്യത്തോടുകൂടി, ബലത്തോടുകൂടി, ജീവന്റെ പവറാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, സ്തോത്രം ശക്തീകരിക്കുന്നത്. ആ ബലം നമ്മളിൽ പകരാൻ വേണ്ടിയിട്ട് ഓരോ ശുശ്രൂഷയിലും ദൈവത്തിന്റെ വചനം കേൾക്കുകയല്ല, അത് നമ്മൾ ഏറ്റെടുത്താൽ അതുപോലെ നമുക്ക് സംഭവിക്കുമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിലും പരിശുദ്ധ ദൈവത്തിന്റെ കൃപയാൽ, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, കരുണയാൽ ഒരുമിച്ച് ദൈവത്തിന്റെ പാദമെടുത്ത് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. ഞാനിത് പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. കാരണം വചനത്തിനകത്ത് ജീവനുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ ഇരിക്കുന്നതിനേക്കാൾ കുറേയും കൂടി പവർഫുൾ ആയ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ, അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ മുഴുവൻ സ്തോത്ര ഹല്ലേലൂയ ഖനിച്ചു കളയുവാൻ. നമ്മുടെ അകത്ത് ജീവൻ ഉള്ളത് കൊണ്ട് യാതൊരുവിധ ബാക്ടീരിയകൾക്ക്, ഒരുമാതിരിപ്പെട്ട ബാക്ടീരിയകൾക്കൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അതിനൊക്കെയുള്ള പ്രക്രിയകൾ ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കയറുന്നതോടുകൂടെ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ ബലഹീനമാക്കുന്ന, നമ്മളെ ജീവിതത്തിൽ സ്തോത്രം ചോർത്തിക്കളയുന്ന വിഷയങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ ജീവനും കൊണ്ട് പോരാടി ജയിക്കാൻ കഴിയുമെന്നുള്ളത് ദൈവദിനത്തിന്റെ സത്യമാണ്. അത് നമുക്ക് ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ രാവിലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ വാക്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള ഒരു കൊട്ടേഷനാണ് നമ്മൾ ദൈവസന്നിധിയിൽ വായിച്ചത്, ചിന്തിച്ചത്. സ്തോത്രം 16-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ദൈവദിനത്തിന്റെ ഒരു പ്രയോഗമാണ്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, രാവിലെ വരാത്തവർക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ നേരമില്ല. രാവിലെ പറഞ്ഞത് സ്തോത്രം യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കാൻ ക്രൈസ്തവ സഭയുടെ 1-ാമത്തെ പ്രസംഗം യെരൂശലേമിലെ മാളിക മുറിയിൽ നടക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് യേശു ആരാണെന്ന് യഹൂദന്മാർ ഓടിക്കൂടി, 3000-ൽ പരം ആളുകൾ സ്നാനപ്പെടണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓടിക്കൂടിയിട്ടുണ്ട് അവിടെ. സ്തോത്രം ആ സ്ഥലത്ത് ഓടിക്കൂടിയപ്പോൾ അവരോട് യേശു ആരെന്ന് തെളിയിക്കാൻ വേണ്ടി സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രവചിച്ചു വെച്ചിരുന്ന ഒരു പ്രവചന സൂക്തമാണ് നമ്മൾ എടുത്ത് ഇവിടെ ഉപയോഗിക്കാനിടയായിത്തീരുന്നത്. സ്തോത്രം അതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ രാവിലെ ചിന്തിച്ചു. ഞാൻ ആവർത്തിക്കത്തില്ല ഭാഗ്യം, കാരണം നമുക്ക് രാത്രിത്തെ ബാക്കി ചിന്തകളിലേക്ക് പോകേണ്ടതിന് വേണ്ടി. രാവിലെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അത് ഒരു 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 പദമാണ്. പക്ഷെ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയോട് ഈ വചനം പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ 4 ഒത്തുവാക്കി പറയുകയല്ല ചെയ്തത്. പരിശുദ്ധാത്മാവ് എന്നോട് രാവിലെ പറഞ്ഞത്, സൂമിലേക്ക് വരുന്നതിനൊക്കെ പ്രാർത്ഥിച്ചു കയറുമ്പോൾ പറഞ്ഞത്, ദൈവജനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം തൂത്ത് കളഞ്ഞിട്ട് അതിന് പകരം ഇനി മുമ്പോട്ട് പോകുമ്പോൾ, ഈ ഉപവാസത്തിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ വേണ്ടാത്ത പലതും സാത്താൻ ഡിപ്പോസിറ്റ് ചെയ്ത, നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിലോ ജീവിതത്തിലോ വന്നു കയറിയതിനെ ദൈവം തുടച്ചു കളഞ്ഞിട്ട് അതിന് പകരം അവിടെ സ്ഥാപിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് രാവിലെ ദൂത് പറഞ്ഞത്. അത് നിശ്ചയമായും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു പോർഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആ വാക്ക് 27-ാമത്തെ വാക്യം നോക്ക്. 27-ാമത്തെ വാക്യം: നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ആ വാക്യത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട ദൂത് പുറത്തു വരേണ്ടത്. പക്ഷേ സ്തോത്രം, ആ വാക്യത്തെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തത് തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്ക്. സ്തോത്രം,
ആ വാക്കിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. വേദപുസ്തകത്തിനകത്ത് ദൈവം സമ്മതിക്കാത്ത 7 കാര്യങ്ങളുണ്ട് വിശുദ്ധരോട് സംബന്ധിച്ച്. ഞാൻ ആ 7 കൂടുതൽ കണ്ടേക്കാം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിൽ പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വ്യക്തിപരമായി ഏതെങ്കിലും വിഷയം വെച്ചാണ് നിങ്ങൾ ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ, പല ആളുകളും പല വിധത്തിൽ ഉപവാസത്തിൽ പങ്കെടുക്കുന്നു. ചില ആളുകൾ സ്തോത്രം ഇങ്ങനെ ഒരു സെറിമോണിക്കായി ആണ്ടിലൊക്കെ യോഗം നടക്കുമ്പോൾ നമ്മളോട് പോയി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ കണ്ടേക്കാം. മഹനീയം ചർച്ചിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്തോത്രം ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധത്തോടു കൂടിയായിരിക്കും കർത്തൃദാസൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ചില ആളുകളൊക്കെ ഉണ്ട് വെറുതെ സ്തോത്രം, ഈ പിള്ളേർ വന്നിരിക്കുന്ന പോലെ അവർക്കിത് അറിയില്ല, അവരുടെ പക്വതയായിട്ട് പോകുന്ന ആൾക്കാർ. എന്നാൽ മെജോറിറ്റി ആളുകൾ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടിയാൽ അതിനെ അങ്ങ് യൂസ് ചെയ്യുക. ഒരു സഭ ഉപവസിക്കുക, ഒരു ദൈവദാസൻ ചില ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേർതിരിച്ചിരിക്കുക, അതൊരു അവസരമാണ്. അപ്പൊ ആ കൂടെ പോയിരിക്കുകയും നമ്മുടെ വിഷയം കൂടെ ആ കൂടെ ഇട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങൾ കൂടി പരിഹാരം വരും. ചിലപ്പോൾ സ്തോത്രം ഈ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ ഉപസിക്കേണ്ടി വന്നേക്കാം. സഭ എന്ന ഒരു കോൺസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് സഭയുടെ ഓരോ ചലനങ്ങളും സഭയുടെ ഓരോ മൂവ്മെന്റുകളും നമ്മളെ ഭയങ്കരമായിട്ട് അനുഗ്രഹമാക്കുന്നു. അപ്പൊ സഭ ഉപവാസത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിലായിരിക്കും. ആ സമയത്ത് നമ്മൾ കറങ്ങി നടക്കരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ, അന്ന് സ്തോത്രം ഈ ലാസ്റ്റ് ഡേയിലൊക്കെ പക്ഷെ അങ്ങനെ ആയിരിക്കാം, നിവൃത്തി ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ലീവ് എടുത്തിട്ടാണെങ്കിലും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഈ ദിവസങ്ങൾ പ്രാർത്ഥനയിൽ മുന്നേറാൻ മനസ്സ് വെക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് സ്തോത്രം നാളുകളിൽ നമ്മളെ തൃപ്തിയോടും കൃപയോടും കൂടെ നയിക്കപ്പെടാൻ ദൈവമായ കർത്താവ് ഇടയാക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു നിലവാരത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരേണ്ട ദൈവത്തിന്റെ ആലോചനകളെ തരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഓർഡറിൽ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവം തമ്പുരാൻ സമ്മതിക്കാത്ത കാര്യങ്ങൾ, അതിനൊക്കെ മുമ്പ് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യണം. എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ദൈവം സമ്മതിക്കണം. അത് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഇത് പ്രാക്ടിക്കൽ ആകും. ബൈബിൾ തത്വം എന്താണെന്നറിയാമോ? ഒരു വാക്യമുണ്ട്, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിൾ കംപ്ലീറ്റ് ഒരു ബെയറിങ്ങിൽ കിടന്ന് കറങ്ങുന്നത് പോലെ കംപ്ലീറ്റ് വാഗ്ദത്തങ്ങളും കാര്യങ്ങളും മൂവ് ചെയ്യുന്നത് വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട യേശു പറഞ്ഞൊരു വാക്യന്റെ അടിസ്ഥാനത്തിൽ. ആ വാക്യം ഇതാണ്: സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വാക്കെന്ന് പറയുന്നത് ഒരു ബേസിക് ബെയറിങ് പോലെ. എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു ഇതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളിൽ ഇംപ്ലിമെന്റ് ആകുന്നത്, നമ്മളിൽ മൂവ് ആകുന്നത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത്? സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാ, നിങ്ങൾ പിടികിട്ടി കാണുകയല്ലേ? ഞാൻ കുറച്ച് വിശദീകരിക്കാം. ഇപ്പോ സ്തോത്ര രക്ഷ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അത് നമ്മളൊന്നും കൊടുത്തതല്ല. രക്ഷയ്ക്ക് വേണ്ടി വാസ്തവത്തിൽ ഭൂമിയിൽ നമുക്കൊന്നും ചെയ്യാനും ഇല്ലായിരുന്നു, നമ്മളൊന്നും ചെയ്തുമല്ല. പിന്നെയോ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ മൂന്ന് ആണിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങപ്പെട്ട് മരിക്കുന്ന സമയത്ത് യേശുവിന്റെ മരണത്തോടുകൂടെ ആദാമ്യവർഗത്തിന്റെ, മനുഷ്യവർഗത്തിന്റെ മുഴുവൻ രക്ഷ, ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി ജനങ്ങളുടെ രക്ഷയ്ക്കുള്ളതാ യേശുക്രിസ്തു ക്രൂശിൽ. അല്ലാതെ ഒരു ന്യൂനപക്ഷത്തിനോ കുറച്ച് ആളുകൾക്കോ 2000 സ്തോത്രം പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് തീർന്നെന്ന് അറിയില്ല എന്നതുപോലെ 2000 വരെയുള്ള സ്റ്റോക്കേ ഉണ്ടായിരുന്നു. 2000 ശേഷം ജനിക്കുന്ന ആൾക്ക് രക്ഷയില്ലെന്നും അറിയില്ല. അവസാനത്തെ ആളുടെ വരെയും രക്ഷയ്ക്കുള്ളത് ദൈവമായ കർത്താവ് ക്രൂശിൽ സ്തോത്രം മരിച്ചപ്പോൾ നമ്മുടെ ഒക്കെ കുടുംബം, നമ്മുടെ വീട്ടിലെ അപ്പച്ചന്റെ വീട്ടിലെ അമ്മച്ചന്റെ വീട്ടിലെ സകല ആളുകൾക്കുള്ള രക്ഷയ്ക്കുള്ളത് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങിയപ്പോൾ വന്നു. പക്ഷെ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യമായ രക്ഷ മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂമിയിൽ വന്നതാണ്. പക്ഷെ നമ്മളിൽ ചിലർക്ക് 22ാമത്തെ വയസ്സിൽ അത് കിട്ടിയത്. രക്ഷ സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പൊ രക്ഷ എന്ന സത്യം അത് സ്തോത്രം മോദിസം ഉണ്ടോ, അതല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല, പാപമോചനത്തിലൂടെ കിട്ടുന്നതാണ്. ഞാൻ പാപിയാണെന്ന് ദൈവത്തോട് ഏറ്റുപറയുകയും അങ്ങനെ ഏറ്റുപറയുമ്പോൾ കുഞ്ഞാടിന്റെ ചോര കൊണ്ട് നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കുകയും ആ വീണ്ടെടുപ്പിലൂടെ നമ്മൾ വീണ്ടും ചെന്ന അവസ്ഥയിലൂടെ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത നമ്മുടെ യേശുവിനെ സ്വീകരിച്ചപ്പോ കിട്ടി. അങ്ങനെയേ കിട്ടത്തുള്ളൂ എന്ന്
എപ്പോഴാണോ നമ്മൾ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്നത് പ്രാക്ടിക്കലാക്കുമ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടത്തുള്ളൂ. അപ്പോ വേദപുസ്തകത്തിന്റെ പ്രത്യേകത, അത് കിട്ടണമെങ്കിൽ ആ രീതിയിൽ വരണം. പരിശുദ്ധാത്മാവോ നമ്മളെല്ലാം കൂടി കമ്മിറ്റി കൂടി കണ്ടുപിടിച്ചാണ് ഈ സ്തോത്രം. സഭക്കാരെല്ലാം കൂടി ഇപ്പൊ ഇടയ്ക്ക് പുതിയ സഭക്കാർ സായിപ്പ് കൊണ്ടുവന്ന സാധനമാണോ? അല്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഇന്ന് രാത്രിയിലും ചില സത്യം നമ്മൾ അറിയുമ്പോൾ ആ സത്യത്തിന് ആമയും പറഞ്ഞ് ഏറ്റെടുക്കണം. കർത്താവേ, ഇത്ര ഉണ്ടായിരുന്ന വിഷയം നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ പാറ പോലത്തെ വിഷയമാണ്, നമ്മൾക്ക് ഒരിക്കലും പൊങ്ങാൻ പറ്റാത്ത ഭാരമാണെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയും, നീ അത്രയും സ്ട്രഗിൾ ചെയ്യൊന്നും വേണ്ട, ഞാനത് ആ വലിയ ബാരിക്കേഡുകൾ എടുത്തു കളയാൻ പോവാ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതേ ഉള്ളൂ. അത് കൊരിന്ത്യലേഖനത്തിന്റെ വാക്യമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ പറഞ്ഞുറപ്പിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ദൈവം എന്തെങ്കിലും ഇന്ന് രാത്രി പറഞ്ഞാൽ മൗനമായിരിക്കാതെ ആമേൻ പറഞ്ഞ് ഈ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അത് എന്റെ കുടുംബത്തിൽ വേണം, എന്റെ ജീവിതത്തിൽ വേണം, ഇത് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞുറപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സമ്മതിക്കാത്ത 7 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. അതൊരു പോയിന്റ് ബൈ പോയിന്റ് ഉള്ള പ്രസംഗമല്ല, നിങ്ങൾക്കുള്ള ദൂതായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒന്നാമത്തത്, ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 7-ാം വാക്യം. അവിടെ യാക്കോബ് പറയാണ്, നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു, എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ലാബാൻ, നമ്മൾ സാധാരണ നമ്മൾ ഈ യാക്കോബിനെയാണ് ചതിയൻ എന്നൊക്കെ വിളിച്ച് നടക്കും. നിങ്ങൾ ആ മനുഷ്യൻ നന്നായി പഠിച്ചാൽ വലിയ ചതിയനൊന്നും അല്ലാതെ, സ്തോത്രം, നമ്മളെക്കാളൊക്കെ എന്തോ ഡീസന്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ചുമ്മാ അങ്ങനെ ആരോ പേരിട്ടെന്റെ പേര് പുള്ളി ചതിയനാണ്, ഉപായി ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പേര് വീണുപോയി. പിന്നെ ചില ആൾക്കാർ പേരിട്ടാൽ അങ്ങ് പേര് വീഴും, തലമുറ കഴിഞ്ഞാലും മാറിയല്ല. സ്തോത്രം, അങ്ങനെ വന്നു പോയത്. പക്ഷെ ആ മനുഷ്യൻ വളരെ ഡീസന്റ്. അദ്ദേഹം ഈ ചേട്ടന്റെ അപ്പനെ ഈ അമ്മയോട് ഈ യാക്കോബ് കാല് പിടിച്ച് പറയുന്നുണ്ട്, അപ്പനെങ്ങാൻ അറിഞ്ഞാൽ വേണ്ടമ്മേ, ഞാൻ ഈ കൂടാരത്തിൽ, അങ്ങേർക്ക് വീട് വിട്ട് പുറത്തു പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കൂടാരത്തിനകത്ത് 40 വയസ്സ് വരെ കൂടാരവാസി സാധുശീൽ എന്ന അദ്ദേഹത്തെ വേദപുസ്തകം സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ ഉള്ളി സാധുശീലൻ, പറ്റിക്കലുകാരനല്ല, ഒരു സാധുവിന് പറ്റിക്കാൻ പറ്റൂ, സാധുശീലനായിരുന്നു. അദ്ദേഹം കൂടാരം വിട്ട് അമ്മച്ചിയുടെ സാരിത്തുമ്മേന്ന് മാറുന്ന ആഗ്രഹമില്ല. പുള്ളിക്ക് രാവിലെ ദോശ കൊടുക്കും, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും, പുള്ളിക്ക് എങ്ങും പോകാതെ വീട്ടിൽ തിന്നണം, കിടക്കണം, ആ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പൊ ദൈവം നമ്പുരാൻ അവനെ പുറത്ത് കളഞ്ഞെങ്കിലേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുള്ളൂ. ഇവൻ പോകാതെ കിടക്കുന്ന സമയത്ത് അമ്മയെ കൂടെ പറഞ്ഞു, എടാ അപ്പൻ അനുഗ്രഹിക്കാൻ പോവാ. അപ്പൊ ഈ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ പറഞ്ഞിരുന്നു, നീ പേടിക്കണ്ട, സ്തോത്രം, നിന്റെ ഉദരത്തിൽ 2 സന്തതിയുണ്ട്, അതിനകത്ത് ഇളയവനെ ഞാൻ മാനിക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരും എന്നൊക്കെ ഈ പിള്ളേരുടെ അകത്ത് കിടന്നപ്പോഴേ ഈ അമ്മയോട് പറഞ്ഞ. ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്, വല്ലാത്ത വെപ്രാള. ദൈവം നമ്പരം പറഞ്ഞാലും പിന്നെ അവർ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി അവരൊരു കടുകുറക്കലോടെ ചെയ്യും. അതിനകത്താണ് മിക്കവാറും ഈ പാളിച്ച മുഴുവൻ വരുന്നത്. സ്തോത്രം. അപ്പൊ ദൈവം പറഞ്ഞതാണ്, നീ മിണ്ടാതിരുന്നാ മതി, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഇളയവനെ, സ്തോത്രം, ഞാൻ ഉയർത്തും, അവനൊരു രാജ്യമായി തീരും, മൂത്തവൻ ഇളയനെ സേവിക്കുന്നൊക്കെ ദൈവം തന്നെ പറഞ്ഞിരുന്നതാ. സ്തോത്രം. പറഞ്ഞ് വിശ്വസിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആക്രാന്തം കയറി. ദൈവം നമ്പരാൻ പറയുമല്ലോ ഇവിടെ ചെയ്യത്തില്ലെന്ന വിചാരം കൊണ്ടാ. ഞാൻ നിങ്ങളോടും പറയാം, ദൈവം നമ്പരാൻ ഉപവാസ പ്രാർത്ഥനയിൽ പറഞ്ഞാൽ ഉപവാസം കഴിയുമ്പോൾ ചെയ്തിരിക്കും. അതുകൊണ്ട് അത്രയും വിശ്വസിക്കുക. കർത്താവ് ഈ പ്രാർത്ഥനയിൽ എന്തു പറയുന്നോ അത് ഈ ഞായറാഴ്ച കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം, നിങ്ങൾ ആമീൻ പറഞ്ഞ് ഏറ്റെടുത്താൽ ദൈവം എന്ത് പറഞ്ഞോ ആ പറഞ്ഞ കാര്യം ദൈവം തന്നെ നിവർത്തിച്ചിരിക്കും. ലാബാന്റെ അടുക്ക ചെല്ലുമ്പോൾ അമ്മാച്ചൻ, ഈ മനുഷ്യനെ പഠിച്ചാൽ ഈ മനുഷ്യനെ പോലെ കള്ളം വേറെയില്ല. അമ്മാച്ചൻ പെങ്ങടെ മോൻ ജോലിക്ക് നിന്നപ്പോ അവന്റെ നന്മ അല്ലെങ്കിൽ അവന്റെ ശമ്പളം 10 മാസം 10 പ്രാവശ്യം മാറ്റിയെങ്കിൽ നമ്മൾ ആരെങ്കിലും ആ ജോലിക്ക് എന്നായിരുന്നെങ്കിൽ ആ പുള്ളി നമ്മളെ എന്തോ ചെയ്തേനെ. സ്തോത്രം. സ്വന്തം പെങ്ങടെ മോനാണ് അവന്റെ കമ്പനി ജോലിക്ക് നിൽക്കുന്നത്. സ്തോത്രം. പെങ്ങടെ മോനെ അവന്റെ പെങ്ങടെ മോനെ ആക്കൂ, അമ്മാച്ചനല്ലേ. സ്വന്തം സ്തോത്രം. അനന്തരവൻ ജോലിക്ക് നിന്നപ്പോൾ അനന്തരവന്റെ കാശ് കള്ളക്കണക്ക് എഴുതി 10 പ്രാവശ്യം വെട്ടിച്ചു. അതല്ലേ പുള്ളി പറഞ്ഞത്, നിങ്ങളുടെ അപ്പനോ എന്നെ 10 വട്ടം ചതിച്ചു എന്ന്. 1 2 അല്ല. സ്തോത്രം. എന്നെ 10 പ്രാവശ്യം എന്റെ പ്രതിഫലം മാറ്റി എന്നെ ചതിച്ചു, 10 പ്രാവശ്യം ചതിച്ചു. ഇപ്പൊ നമ്മള് വേറെ ആരെങ്കിലും, അപ്പൊ വേറെ ആരോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണങ്ങിയതിനോട് എങ്ങനെ ആയിരിക്കും എന്ന്. യാക്കോബ് എന്ന് പറയുന്ന അനന്തരവനോട് ഇങ്ങനെയാണെങ്കിൽ അവന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന മറ്റുള്ളവരോടൊക്കെ എന്തായിരിക്കും ചെയ്യുന്നത്? സ്തോത്രം. എത്ര കാശുണ്ടായാലും എന്റെ പൊന്നു സഹോദരങ്ങളെ ലാഭാനാകരുത്. സ്തോത്രം. ഒരിക്കലും ഒരു കൂലിക്കാരന്റെ ഒരു പണിക്കാരന്റെ ഒരു പോലും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. അത് ഭയങ്കര ശാപമായിരിക്കും.
സ്തോത്രം ഇങ്ങനെ ലാഭം. പക്ഷെ യാക്കോബ് ഇവിടെ പറയുന്ന ഭാര്യമാരോട് പറയുന്ന യാക്കോബ് പറയാണ് 10 പ്രാവശ്യം എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം മാറ്റി, എന്നെ പറ്റിച്ചു. എനിക്കറിയായിരുന്നു, പക്ഷെ ഞാനൊന്നും വിട്ടില്ല, കാരണം ഞാൻ നിസ്സഹായനല്ലേ. ഇവിടെ വന്ന് പെട്ട് പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ ആയിരുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, മേടിച്ചു വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ചതിച്ചത് ശരിയാണെങ്കിലും ദോഷം ചെയ്യാൻ സ്തോത്രം ദൈവം സമ്മതിച്ചില്ല. ആ വാക്ക് നിങ്ങളൊന്ന് ഓർത്തേ. ചതിക്കുന്നത് വേറെ, ദോഷം ചെയ്യുന്നത് വേറെ. സ്തോത്രം, പ്രതിഫലം മാറ്റുന്നത് വേറെ, ദോഷം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? നമ്മുടെ ഭാവി അടഞ്ഞു, കൂമ്പടഞ്ഞു. ഞാനത് സ്തോത്രം അതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. പല ആളുകളും, എന്റെ സഹോദരങ്ങളും സഹോദരിമാരും അടങ്ങുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സദസ്സിനോട് ഞാനത് പറയുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും പറയാം. പലരും പല വിധത്തിൽ ചതിയുള്ള വഴികൾ ഒരുക്കി, പല പാതകളിൽ നമ്മളെ ട്രാപ്പിലാക്കാൻ നോക്കി, നമ്മളെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ ആരെയും ആകട്ടെ. പക്ഷെ എന്റെ ദൈവം, നീ സേവിക്കുന്ന ദൈവം ചിലപ്പോൾ കാശ് ഇച്ചിരി പോയി കാണും, ചിലപ്പോൾ സമയം ഇച്ചിരി പോയി കാണും, പക്ഷെ നമ്മുടെ നഖത്തെ തൊടാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്തോത്രം ഒരു തലമുടിയെ തൊടാൻ, നിങ്ങളിൽ ചിലരെ സ്തോത്രം, ഹല്ലേലൂയ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ചിലപ്പോൾ അതും ഇതൊക്കെ പറഞ്ഞു കാണും. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞത് എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് വയസ്സ് ഇത്രയായി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏജ് വെച്ച് പറ. നിങ്ങൾ പഠിക്കാൻ പോയ കാലം, നിങ്ങൾ 8ൽ പഠിക്കുന്ന കാലം, നിങ്ങൾ 10ൽ പഠിക്കുന്ന കാലം, നിങ്ങൾ വീട് വിട്ട് ദൂരത്ത് പോയ കാലം, അന്ന് നിങ്ങളെ ഈ മാർഗത്തിൽ വരാതിരിപ്പാൻ, ഇന്ന് അനുഭവിക്കുന്ന ഒരു കുടുംബ സന്തോഷം അനുഭവിക്കാതിരിപ്പാൻ ശത്രുവായ പിശാച് ഏതെല്ലാം വിധത്തിൽ നിങ്ങളെ ചതിക്കാൻ നോക്കി, നിങ്ങളെ വഞ്ചിക്കാൻ നോക്കി, പിച്ചിക്കീറി കടലാസ് പോലെ ചുരുട്ടി എറിയാൻ നോക്കി. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ആരോടും പറയാത്ത രഹസ്യങ്ങൾ. പക്ഷെ സ്വർഗം പറയുന്നു, അന്ന് ചതിക്കാൻ നോക്കിയപ്പോൾ, അന്ന് നിന്റെ നന്മകൾ തകർക്കാൻ നോക്കിയപ്പോൾ എന്റെ ദൈവം ദോഷം ചെയ്യാൻ സമ്മതിച്ചില്ല. ഇന്നും ഞാൻ നിങ്ങളോട് പറയാം, ഭയങ്കര ആത്മീകനായിട്ട് അങ്ങ് സ്തോത്രം എന്താ പറയാ, ഈ ഇതിന്റെയൊക്കെ വലിയ മൂലക്കല്ലായിട്ടൊന്നും ഇരുന്നില്ലെങ്കിലും കർത്താവിനെയൊക്കെ വിളിച്ചു ചേർന്ന് നിൽക്കുന്ന നമ്മൾക്ക് എതിരെ ദോഷം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടല്ല, എത്ര നല്ല സ്ഥലത്താ പാർക്കുന്നതെങ്കിലും നമ്മുടെ ഇടയിൽ നമ്മുടെ നന്മയ്ക്കെതിരെ ദോഷം ചെയ്യാൻ, നമ്മുടെ കുടുംബത്തിന് ആരെങ്കിലും ചുമ്മാ, ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ സ്തോത്രം, ശരിക്കും പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഒരു ഫോൺ കോൾ മതി തകർന്നു പോകാൻ. സ്തോത്രം, അതല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞൊരു വാക്ക് മതി, എത്ര സന്തോഷമായിട്ട് പോകുന്നത്. ദോഷം ചെയ്യാൻ വേണ്ടി തന്നെ ചില ആളുകളെ സാത്താൻ അഭിഷേകം ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് വണ്ടിയിടിച്ച് കൊല്ലുന്ന കാര്യമൊന്നുമല്ല. ചുമ്മാ ഇരിക്കുമ്പോ സ്തോത്രം, ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിലേക്ക് ഒരു ചുമ്മാ തീപ്പൊരി ഇട്ട് കൊടുത്താൽ മതി. സ്തോത്രം, ചുമ്മാ ചിലപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുന്നത് ഒന്ന് നോക്കിയോളോട്ടോ, ഞാൻ ചിലപ്പോ അത്ര ഒരു വാക്ക് മതി. സ്തോത്രം, ആ വാക്ക് മതി പിന്നെ ജീവിതത്തിന്റെ മുഴുവൻ ട്രാക്ക് തെറ്റാൻ വേണ്ടി. സ്തോത്രം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒരു ദോഷവും പറ്റാതിരിക്കുന്നതിനായി സ്തോത്രം ചെയ്തോളാം കേട്ടോ. പലരും തലയണ മന്ത്രം പോലെ പലയിടത്തുനിന്നും പറഞ്ഞു കൊടുത്തിട്ട്, പലരും നമ്മുടെ നല്ല നല്ല പളുങ്ക് പോലത്തെ ജീവിതത്തിനകത്ത് കരിവാരി തേക്കാൻ വേണ്ടി പല പ്ലാനുകൾ ചെയ്തിട്ട് നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിച്ച് കാണും. നമുക്ക് കേട്ടപ്പോൾ ചില വിഷമം തോന്നിക്കാണും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ കെട്ടുറപ്പ് പൊട്ടിക്കാൻ ദുഷ്ടന് കഴിഞ്ഞില്ല. ആരൊക്കെ നോക്കിയാലും, നിങ്ങളെ ഏതൊക്കെ സംശയത്തിന്റെ കണ്ണാടിയിലൂടെ കാണാൻ വേണ്ടി ദുഷ്ടനായ പിശാച് എത്ര തന്ത്രമൊരുക്കിയാലും, ഞാൻ നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ പറയാം, ഇല്ല എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ മക്കളെ എന്ന് വിളിച്ചു പറയാം, നിനക്കൊരു ദോഷവും പറ്റിയിട്ടില്ല. നിന്റെ മനസ്സിനകത്ത് അങ്ങനെ എനിക്ക് ചതി പറ്റി, എനിക്ക് ദോഷം പറ്റി, എന്റെ ജീവിതം പോയി, ഇനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിന്റെ തലച്ചോറിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് ഏതെങ്കിലും ചിന്തകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ദൈവം സഹായിക്കുക. എന്തൊക്കെ നേരിട്ടാലും നിനക്കൊരു ദോഷം പറ്റാൻ ദൈവം സമ്മതിക്കില്ല. കാരണം നിന്നെ ചോര കൊണ്ട് വീണ്ടെടുത്തത് കൊണ്ട്, നിന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ പെടുത്തിയത് കൊണ്ട് അവർക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കുകയില്ല. അമ്മമാർ ആരെങ്കിലും ഒക്കെ നാട്ടിൽ നിന്നൊക്കെ സൂമി കയറിയിട്ടുണ്ടെങ്കിൽ കേട്ടോണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തനിച്ചു പോയിരിക്കുന്ന സ്ഥലത്ത് എവിടാണെങ്കിലും നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോ. ദോഷം ചിലപ്പോൾ ചില കഷ്ടതയും പ്രയാസത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഞാൻ ഈ ദൂതിനകത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉറപ്പ് തരാം, ദോഷം പറ്റാൻ ദൈവം സമ്മതിക്കുകയില്ല. ദോഷം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടല്ല, നമ്മളോട് ദോഷം ചെയ്യണ്ട എന്ന് പ്രത്യേകിച്ച് മമതയുള്ളത് കൊണ്ടല്ല, ദൈവം എന്ന് പറയുന്ന ഒരാള് നിന്റെ കൂടെ നിഴല് പോലെ ഉണ്ട്. അതുകൊണ്ട് എന്തൊക്കെ നോക്കിയാലും
നിങ്ങൾ ആ വാക്കിന് ആമയും പറഞ്ഞ് ഏറ്റെടുക്കണം. നീ അടുത്ത പ്രാർത്ഥന ഈ ദൂതുകളൊക്കെ നിങ്ങളുടെ ലൈഫ് ലോങ് നിൽക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ സന്തോഷിക്കാൻ വേണ്ടി 4 സ്വോത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഡയറിയിൽ ഒരു പോയിന്റ് കുറിച്ചിടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ലൈഫിൽ യാക്കോബിനെതിരെ ലാബാൻ നോക്കിയതുപോലെ, മൃഗത്തെ തളച്ചിടുന്നത് പോലെ തലമുടി നരച്ച് തീരുന്നത് വരെ നിന്നെ കെട്ടിയിട്ട് നിനക്ക് പുറത്തു പോകാൻ കഴിയാത്ത വണ്ണം നിന്റെ ജീവിതത്തെ മുരടിപ്പിക്കാൻ വേണ്ടി എത്ര തന്ത്രങ്ങൾ ഒരുക്കിയാലും കൃത്യസമയമാകുമ്പോൾ നിന്നെ അവിടെ നിന്ന് പൊക്കി നിന്നെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നീ എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നിന്നെ അവിടെ നിന്ന് അഴിച്ചെടുത്ത് ദൈവത്തിന്റെ ഇസ്രായേലായി മാറാൻ, ദൈവത്തിന്റെ ജനത്തിന്റെ വലിയ പങ്കാളിത്തം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഒരുക്കും. അത് നടക്കാതിരിക്കാൻ വേണ്ടി സാത്താന്യ ശക്തികൾ ചെയ്യുന്ന ഏത് ചതിയും ഏത് കാര്യങ്ങളും ദോഷമായിട്ട് വരാതിരിപ്പാൻ, ആ വാക്കാണ് ഞാൻ പറയുന്നത്. നിനക്കൊരു ദോഷവും പറ്റാതിരിപ്പാൻ, ദോഷവും തട്ടാതിരിപ്പാൻ ദൈവമായ കർത്താവ് കരുതാൻ വിശ്വസ്തനായ ദൈവം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം സമ്മതിക്കാത്തത് ഒരു ദോഷവും വരാൻ ദൈവമായ കർത്താവ് സമ്മതിക്കുകയല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പറയട്ടെ, ഒത്തിരി ഡീറ്റെയിൽ ആയി പോയാൽ അവരൊറ്റ വാക്യത്തിൽ നിന്ന് യാക്കോബ് കയറി ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ഇന്ന് രാത്രിത്തെ യോഗം തീർക്കാം. പക്ഷെ അങ്ങനെ തീർത്ത് സ്തോത്രം ഞാൻ നാളെയും കൂടി വലിച്ചു നീട്ടിക്കൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയാൽ മതി, നിങ്ങൾക്ക് ദൂത് കിട്ടിയാൽ മതി. ചില ആൾക്കാരോട് പറയുന്നു, പലരും ദോഷം നിരൂപിക്കുന്നു. പക്ഷെ ദൈവം പറയുന്നു, ചതിക്കാൻ നോക്കുന്നുണ്ട്, നിന്റെ പ്രതിഫലം നിന്റെ നന്മ ചിലപ്പോൾ മുടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തേക്കൊന്ന് കൈവച്ചാലും നിനക്ക് ദോഷം വരുന്നുവെന്നും ദൈവം അനുവദിക്കുക. സ്തോത്രം. ശരീരത്തിലൊക്കെ ഈ പ്രായത്തിൽ ചില രോഗം വന്നു കാണും. പക്ഷെ ആ രോഗം നിനക്ക് ദോഷമാകാൻ ദൈവം അനുവദിക്കില്ല. അത് നീ പേടിക്കേണ്ട. അത് കർത്താവ് ഗ്യാരണ്ടി തരുന്നത്. നിന്നെ കുറിച്ച് ദൈവം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ തയ്യാറായത് ദൈവമാണെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്നത് വരെയും ഇന്ന് കാണുന്ന പ്രയാസമോ രോഗമോ ഒന്നും നിന്നെ തളർത്തിയല്ല. അത് ദോഷം സമ്മതിക്കത്തില്ലെന്ന്, വരില്ലെന്നല്ല, ദൈവം സമ്മതിക്കില്ലെന്നാണ് നിനക്ക് ഗ്യാരണ്ടി തരുന്നത്. അടിവരെ ഇട്ടോളം സമ്മതിക്കില്ല എന്നുള്ള വാക്കിന്റെ അടിയിൽ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ദൈവം പറയുന്നു അത് സമ്മതിക്കുകയില്ല. അടുത്ത വാക്യം വായിക്കാം. 105-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 105, 105-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. 105-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. വാക്ക് കണ്ടോ? അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഭയങ്കര പവർഫുൾ വാക്യമാണ് ഇങ്ങനത്തെ വാക്യങ്ങളൊക്കെ. സ്തോത്രം. നിങ്ങൾ നോക്കി അടുത്ത വാക്ക് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ വാക്ക് പറയുന്നതെങ്കിലും വേദപുസ്തകത്തിലെ സത്യങ്ങളും തത്വങ്ങളൊക്കെ നമുക്കും കൂടി ബാധകമാണ്. സ്തോത്രം. ഇസ്രായേലിനോട് പറഞ്ഞാൽ പേര് നമുക്കത് ബാധകമല്ലെന്ന് പറയരുത്. കാരണം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമസഭയ്ക്കും ബാധകമാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ വേണ്ടി പറയാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്യം ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അപ്പൊ ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നത് പുതിയ നിയമസഭയാണ്, കൊരിന്ത്യ സഭ. അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന, അഥവാ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുക. ആ വാക്യങ്ങൾ ഇങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്നതാ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമൊക്കെ പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്നതാ. പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്താലേ പഴയ നിയമം. പുതിയ നിയമത്തിന്റെ സഭ ജാതികളിൽ നിന്ന് വേർതിരിച്ച് കൊരിന്ത്യരുടെ സഭക്കാരോട് പറയുകയാണ്, അത് അബ്രഹാമിന്റെ മക്കൾക്ക് വേണ്ടി എഴുതിയതല്ല. പിന്നെയോ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളതാണ്. വേദപുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, പണ്ട് പഴയ നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാ 2 കൊരിന്ത്യർ 7-ന്റെ 1 വെട്ടിക്കളയണം. അത് കാരണം പിന്നെ അത് പിന്നെ അവിടെ കിടക്കത്തില്ലേ. എഴുതിയിരിക്കുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കുള്ളതാണ്, പുതിയ നിയമസഭയ്ക്കുള്ളതാണ്. മാത്രമോ, ഈ കൊരിന്ത്യ ലേഖനത്തിനകത്ത് സ്തോത്ര ആവർത്തന പുസ്തകത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്നിട്ട് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. ആ സ്ഥാപിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. സുശേഷകന്മാരോടുള്ള ബന്ധത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണത്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് എഴുതിയിരിക്കുന്നത്. പൗലോസ് ഭയങ്കര സ്തോത്രം. നമുക്ക് നമ്മൾ എന്താ പറയാ, കൊരിന്ത്യ സഭക്കാരെ ഇച്ചിരി കൂളാക്കിക്കൊണ്ട് ചോദിക്കുക. എന്താ ചോദിക്കുന്ന അറിയാമോ? ഇത് ദൈവം കാളയ്ക്ക് വേണ്ടിയിട്ടാണോ എഴുതിയത്, അതെയോ നമുക്ക് വേണ്ടിയിട്ടാണോ എഴുതിയത്? ചുറ്റിപ്പോകുന്നൊരു ചോദ്യമാണ്. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു. സ്തോത്രം. അന്ന് കാളയെ കൊണ്ടാണ് ഈ യവവും ഗോതമ്പും ബാർലിയൊക്കെ മെതിക്കുന്നത്. സ്തോത്രം. 6 തരം കാളകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. യാഗത്തിനുള്ള കാള, ചുമട് ചുമക്കുന്ന കാള, മെതിക്കുന്ന കാള, ഉഴുന്ന കാള, ഇങ്ങനെ 6 തരം കാളകളെ കുറിച്ച് സ്തോത്രം വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മെതിക്കാള എന്ന് പറഞ്ഞൊരു കാളയുണ്ട്. അപ്പൊ ആ കാളയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൊയ്തുകൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു വലിയ കുറ്റിയുണ്ട്. ആ കുറ്റി കാളയെ കെട്ടിയിരിക്കുക. ആ കാളയെ കെട്ടിയിരിക്കുന്ന ഗോതമ്പെല്ലാം കൊയ്തുകൊണ്ട് വന്നിട്ട് നെല്ലൊക്കെ കൊയ്തുകൊണ്ട് വരുമ്പോൾ അവിടെ വിടുത്തിയിടും. ഇത് കാളയെ കൊണ്ട് ഇങ്ങനെ ഈ കുറ്റി കൊണ്ട് വട്ടം വട്ടം കറക്കി നടക്കും. അങ്ങനെ നടക്കുമ്പോൾ കാള ചവിട്ടിയാണ് ഇതിന്റെ ഈ കതിരിൽ നിന്ന് മണികളെല്ലാം അടർന്നു വീഴും. അങ്ങനെ അടർന്നു വീഴുന്ന സമയത്ത് കാളയല്ലേ, വിശപ്പും ദാഹമുള്ള ജീവിയല്ലേ, അപ്പൊ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കാള ഇടയ്ക്കിടയ്ക്ക് ഈ കൊണ്ടിട്ടിരിക്കുന്ന ഗോതമ്പിന്റെ കച്ചി ഇത് കച്ചിയിലാണല്ലോ ചവിട്ടി നടക്കുന്നത്, ഇത് കാള തിന്നും. അങ്ങനെ തിന്നുമ്പോൾ അതിനകത്തുള്ള 4-5 മണികൾ ചിലപ്പോൾ കാളയുടെ വയറ്റിനകത്ത് പോകും. ആ 4-5 മണികൾ പോലും നഷ്ടപ്പെട്ട് കാള തിന്നാതിരിക്കാൻ വേണ്ടി ഈ ക്രൂരന്മാരായിരിക്കുന്ന മുതലാളിമാർ എന്ത് ചെയ്യുന്നറിയാമോ? കാളയുടെ വായിൽ ഒരു ബാസ്ക്കറ്റ് പോലെ സാധനം വെച്ച് കെട്ടും. സ്തോത്രം, ഒരു നെറ്റ് കെട്ടും. അപ്പൊ കാളയ്ക്ക് എന്ത് ചെയ്യും? പാവം കാളയ്ക്ക് തിന്നാൻ ആഗ്രഹമുണ്ട്, തിന്നാൻ പറ്റിയല്ല. അപ്പൊ ദൈവം ഒരു നിയമം ഉണ്ടാക്കി, മെതിച്ചോണ്ടിരിക്കുമ്പോ കാളയ്ക്ക് ഇങ്ങനെ മോക്കട്ട കെട്ടരുത്. കാരണം എന്താ? കാള 2 തിന്നട്ടെ, ദൈവമല്ലേ ഇതൊക്കെ തരുന്നത്, അതൊരു മിണ്ടാപ്രാണിയല്ലേ എന്നുള്ള നിലവാരത്തിനകത്ത് എഴുതി. അത് അന്ന് കാളയ്ക്ക് വേണ്ടിയിട്ടാണ് ആവർത്തന പുസ്തകത്തിൽ ഈ മിണ്ടാപ്രാണിക്ക് വേണ്ടി എഴുതിയതാ. കൊരിന്ത്യലേഖനത്തിൽ വന്ന് പൗലോസ് ചോദിക്കുക, ഇത് കാളയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്, നമുക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്? ആവർത്തന പുസ്തകത്തിൽ കാളയ്ക്ക് വേണ്ടി എഴുതിയ സൂത്രം കൊരിന്ത്യലേഖനത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതായി മാറും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടെന്ന് പറയുവാണെങ്കിൽ മിക്കവാറും ഇതെല്ലാം പോകും. കാളയ്ക്ക് വേണ്ടി എഴുതിയത് പോലും പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതായി മാറി. അങ്ങനെയാണെങ്കിൽ പിന്നെ അബ്രഹാമിന് വേണ്ടി എഴുതിയത് നമുക്കുള്ളതായി മാറിയല്ലേ? സ്തോത്രം. മിണ്ടാപ്രാണിക്ക് വേണ്ടി എഴുതിയത് നമുക്കുള്ളതായി മാറിയെങ്കിൽ പിന്നെ യാക്കോബിന് വേണ്ടി എഴുതിയത് നമുക്കുള്ളതാന്ന് പറഞ്ഞ എന്റെ തെറ്റുണ്ടാ? അപ്പോ സ്തോത്രം, ഈ വാക്കുകളെല്ലാം ഇസ്രായേലിനെ പരാമർശിക്കുന്നതാണ്. നിങ്ങളുടെ ധാരണകളെ മുഴുവൻ പഴുതടയ്ക്കാൻ പരിശുദ്ധാത്മ പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധാരണ ഒന്നും പറയല്ല. അപ്പൊ ഈ 105-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതാണ്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ പീഡിപ്പിക്കാൻ. ആരാണ് അവര്? ചെങ്കടൽ കടന്നവര്, ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി വന്നവര്, പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവര്, കയ്പ് ചീരയോടുകൂടി കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവര്, മോശ എന്ന ആത്മീക നേതാവ് പറഞ്ഞത് അനുസരിച്ചവര് എന്ന ക്രമത്തിൽ പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടവർ, കൂട്ടായ്മ ആചരിക്കുന്നവർ, അപ്പം നുറുക്കുന്നവർ, പ്രാർത്ഥന കഴിക്കുന്നവർ, ഇതുപോലെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ദൈവത്തിന്റെ മക്കൾ, അവരാണവർ. അവരെന്ന് പറഞ്ഞവർ, അവരെ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും പീഡിപ്പിക്കാം. അതൊക്കെ സ്തോത്രം ലോകത്തിന്റെ ഇഷ്ടം. പക്ഷെ ദൈവം അവിടെ ഒരു ക്ലോസ് വെച്ചിരിക്കുക. അവര് കടന്നു പോകുന്ന മേഖലയിൽ അവരെ പീഡിപ്പിക്കാൻ ദൈവം ആരെയും സമ്മതിച്ചു. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം സമ്മതിക്കാതെ ആർക്കും പീഡിപ്പിക്കാൻ പറ്റിയ. സ്തോത്രം. പീഡിപ്പിക്കലൊക്കെ ഏതൊക്കെ വിധത്തിലുണ്ടെന്ന കാര്യം ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഈ വാക്കൊക്കെ ബൈബിള് 105-ാം സങ്കീർത്തനമൊക്കെ എഴുതുമ്പോൾ ഈ വാക്കൊക്കെ എന്താന്ന് പോലും എഴുത്തുകാരൻ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം ആ വാക്ക് എന്താന്ന്. സ്തോത്രം. അത് നമ്മളിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലത്തെ വാക്ക് ഇന്ന് ഏതൊക്കെ വിധത്തിലാണ്, ഗാർഹിക പീഡനം, എന്തൊക്കെ സംഭവങ്ങളാണ്, ഈ വക പല പീഡനങ്ങൾ. സ്തോത്രം. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് ഈ വാക്യം എഫക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അടിവരയിട്ടിട്ട് പറയണം. നിങ്ങളെ കഴുകന്റെ കണ്ണുപോലെ നോക്കാനും, നിങ്ങളെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കാതിരിക്കാനും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കരയിപ്പിക്കാനും, ആ വിധത്തിൽ പീഡിപ്പിക്കാനൊക്കെ ഒത്തിരി പേരെ പിശാച് അഭിഷേകം ചെയ്ത് വിട്ടാലും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യം ഇതാണ്: എന്റെ ദൈവം സമ്മതിക്കാതെ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് അതിന് സ്തോത്രം പറയും? എന്റെ ദൈവം സമ്മതിക്കാതെ നിങ്ങളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ നിങ്ങളുടെ നന്മയെയോ പീഡിപ്പിക്കാൻ ദൈവം സമ്മതിക്കാതെ നടക്കുകയല്ല. സ്വർഗം സമ്മതിക്കണം. ദൈവം സമ്മതിച്ചെങ്കിലേ ഇയ്യോബിന്റെ വീടിന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന വേലി കണ്ണുകൊണ്ട് കാണത്തില്ല. അത് പൊളിച്ചു കൊടുക്കാതെ സ്തോത്രം ഒരിക്കലും സാത്താൻ അതിനകത്ത് കയറാൻ പറ്റില്ല. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനത്തിൽ തന്നെ വാക്ക് പിന്നെ എന്നെ ഓർപ്പിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, സഭയ്ക്കകത്തിരുന്നുകൊണ്ട് വലിയ തെറ്റ് ചെയ്ത ആളാണ്. ആ മനുഷ്യന് അനുതാപം വരാത്തതിന്റെ പേര് പൗലോസ് സഭയോട് പറയുക, നിങ്ങൾ അവനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്ക്, അവൻ ജഡസംഹാരം നടക്കട്ടെ. സ്തോത്രം. മനസ്സിലായി? അപ്പൊ സഭയ്ക്കകത്ത് വന്ന ഒരുത്തനെ നമ്മൾ പറയുന്നത് ചുമ്മാ കയറി ഒന്നും സ്തോത്രം സാത്താനം ചെയ്യാൻ ഒന്നും ചെയ്യാം. പിന്നെ സാത്താൻ അങ്ങ് പിടിച്ചോണ്ട് പോയാൽ പോരാ, പൗലോസിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞേ. സ്തോത്രം. അപ്പൊ സഭയുടെ ബൗണ്ടറിക്കകത്ത് കയറി ഒരുത്തനെ സാത്താനും സാത്താന്റെ ശക്തികൾക്ക് തൊടാൻ പറ്റില്ല. അത്രയ്ക്ക് ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അതിനകത്തിരിക്കുന്നവനെ പീഡിപ്പിക്കാൻ സ്തോത്രം നമ്മൾ ചിലർ വിചാരിച്ചിരിക്കുവാൻ നടക്കുകയല്ല. അതിനെ ദൈവമായ കർത്താവാണ് സംരക്ഷിക്കുന്നത്, കരുതുന്നത്. ആ വാക്യത്തോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു. സ്തോത്രം. കണ്ടോ? രാജാക്കന്മാരെ ശാസിച്ചു. നിന്നെ രക്ഷിക്കാൻ, നിന്നെ നേരെ നിർത്താൻ ദൈവം ചിലരെ ശാസിക്കും. ഞാൻ ആ വാക്കിന്റെ പുറകെ പോകുന്നില്ല.
ബൈബിളിൽ ഒത്തിരി വാക്കുണ്ട്. ഈ പ്രാർത്ഥനയിൽ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. നിന്നെ നേരെ നിർത്താൻ, നിന്നെ ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം കൊണ്ടുവരാൻ. ചിലരെ കൊല്ലത്തൊന്നുമില്ല, ചിലരെ വെട്ടിക്കളയത്തൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? ദൈവം ചിലരെ ശാസിച്ചു നിർത്തും. ദൈവം ചിലരെ ശാസിച്ചു നിർത്തിയെങ്കിലേ സഭയ്ക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ദൈവം ചിലരെ ശാസിച്ചു നിർത്തിയെങ്കിലേ നിനക്ക് അവിടെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. ചിലരെ ശാസിച്ച് നിർത്തേണ്ട സ്ഥലത്ത് നിർത്താൻ അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗം ദൈവമക്കൾ പറയുന്നു, നിന്നെ ചിലരെ നോട്ടം വെച്ചിട്ടുണ്ടാകും, നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാകും, നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടാകും. അവരെ വേറെ ആരെയും വിളിച്ച് നീ ശാസിപ്പിക്കണ്ട. നീ ചുമ്മാ പോലീസ് സ്റ്റേഷന്റെ അവിടെ ഇവിടെ കടലാസ് കൊടുത്ത് അവരെ കൊണ്ട് ശാസിപ്പിക്കാൻ നോക്കണ്ട. സ്തോത്രം. നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ശാസിക്കേണ്ടവനെ ശാസിക്കും. നിങ്ങളിന്ന് ആത്മാവിൽ വിശ്വസിച്ചു. ഈ പ്രാർത്ഥനയിൽ നടക്കുന്ന കാര്യമാണ്. കർത്താവ് ചിലരെ ശാസിക്കും. അത് എന്റെ മകനാണ്, എന്റെ മകളാണ്. സ്തോത്രം. അവന്റെ പുറകെ നടക്കരുത്, അവളുടെ പുറകെ വെറുതെ മെനക്കെടരുത്, അവളെ പീഡിപ്പിക്കരുത്, അവനെ പീഡിപ്പിക്കരുത്, അവന്റെ നന്മ കുറയ്ക്കരുത്, അവനോട് കയ്പ് വെച്ച് പെരുമാറരുത്, അവന്റെ നന്മയ്ക്ക് കുറവ് വരുത്തരുത്, അവന്റെ ഒരു നന്മയും പിടിച്ചു വെക്കരുത്, അവനെ വഴിയിൽ തടയരുത്, അവന് മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് ദൈവം ചിലരെ ശാസിച്ചാൽ അവർക്ക് ഒതുങ്ങിയല്ലേ പറ്റൂ. നിങ്ങൾ വിശ്വസിക്ക്, ചിലരെ ദൈവം ഈ പ്രാർത്ഥനയിൽ ശാസിക്കും. എന്തിനാ? നമ്മളെ പീഡിപ്പിക്കരുത് എന്ന് ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് വേഗത്തിൽ പറഞ്ഞെങ്കിലേ തീരത്തുള്ളൂ. അടുത്തത് 66 സങ്കീർത്തനത്തിന്റെ 9 വാക്യം. സങ്കീർത്തനങ്ങൾ 66:9. മൂന്നാളെണ്ണം ഞാൻ വേഗം പറയാം. അവസാനത്തെ ഓർണിച്ചിട്ട് അധികം പറഞ്ഞെങ്കിലേ അതൂതിന്റെ പ്രസക്തമായ കാര്യത്തേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. 66:9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ നമ്മളെ ജീവനോടെ കാക്കും, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. കാലടി വഴുതുവാൻ. ഓക്കെ. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ കാലടി വഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും തെന്നി വീഴുക എന്നുള്ളതല്ല. സ്തോത്ര. ഹല്ലേലൂയ. കാലാണ് നമ്മളെ നേരെ നിർത്തുന്നത്. സ്തോത്രം. കാലുള്ളത് കൊണ്ടാണ് തല ഉയർന്നു നിൽക്കുന്നത്. കാൽ രണ്ടും ക്ഷീണിച്ചു പോയായിരുന്നെങ്കിൽ തല പിന്നെ ഇങ്ങനെ സ്തോത്രം തലയണ വെച്ച് കിടക്കേണ്ട വന്നേ. അപ്പൊ കാലെന്ന് പറയുന്നത് വലിയ സംഭവമാണ് നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ. അത് വഴുതിപ്പോയാൽ, വീണുപോയാൽ, സ്തോത്രം, ഞാൻ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാം. ഒരു കുടുംബത്തിൽ ഒരു ശരീരത്തോട് ഉപമിച്ചാൽ, നമ്മുടെ സഭയെ വേദപുസ്തകത്തിൽ ശരീരത്തോട് ഉപമിക്കുന്നുണ്ട്. സ്തോത്രം. പല അവയവങ്ങളാന്ന് പറയുന്നുണ്ട്. എല്ലാരും കാലല്ല ഒരു സഭയ്ക്കകത്ത്, എല്ലാരും കണ്ണുമല്ല. സ്തോത്രം. അപ്പൊ ഈ ഓരോ അവയവങ്ങളാണെന്ന് ഞാനല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആ കാര്യത്തിൽ. എല്ലാവർക്കും ഓരോരോ സ്ഥാനവും, എല്ലാവരും ഒരുപോലല്ല ആ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്ത് കാല് പോലെ നിൽക്കുന്ന ചിലത് കാണും. വീടിനകത്ത് കാലായി എന്ന് പറഞ്ഞാൽ നേരെ ആ കുടുംബത്തെ നേരെ നിർത്തുന്നത് കാലാണ്, സഭയെ നേരെ നിർത്തുന്നത് കാലുകളാണ്. ശരീരത്തോടുള്ള ബന്ധത്തിൽ തല യേശുവാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കാലാരാന്ന് എഴുതിയിട്ടില്ല. ഇങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് എഴുതായിരുന്നു. സ്തോത്രം. തലയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സഭയ്ക്കകത്ത്, തല ക്രിസ്തുവാണ്. പിന്നെ എന്റെ സഭയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ വിശ്വാസികളെ ഓരോരുത്തർ എടുക്കുകയാണ്. നാളെ അടുത്ത ഞായറാഴ്ച മുതൽ കണ്ണ് സ്തോത്രം ഇന്ന ബാബുച്ചാനായിരിക്കും, ചെവി എന്താ പറയാ രാജാനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും. നമ്മളോട് പിന്നെ അതിന്റെ ഒരു കർത്താവ് തല ഞാനാന്ന് അതിനി ആരും കയറി എടുക്കരുത്. സഭയിലെ സ്തോത്രം കർത്താവ് നേരത്തെ പറഞ്ഞു, അതിനി നിങ്ങൾ ആരും കയറി, തല ഞാനാണ്. നീ കാലാരെങ്കിലും അയക്കോ, കൈ ആരെങ്കിലും പ്രശ്നമല്ല, കർത്താവ് തല ഞാനാ. എന്നാലും ഒരു ശരീരമാണെങ്കിൽ കാല് വേണമല്ലോ. അപ്പൊ ഒരു സഭ നേരെ നിൽക്കാൻ കാലുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ഈ യോഗത്തിൽ ഇരിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിലല്ല ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഒന്ന് ചിന്തിച്ച്, എന്നിട്ട് നീ ബാക്കി നീ ഇപ്പോൾ 7 കാര്യം പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിനോട് നിർത്തിയാലും കുഴപ്പമില്ല. ഒന്ന് ചിന്തിച്ച്, വാസ്തവത്തിൽ നിങ്ങൾ ആ സഭയിൽ ആരാ? ചുമ്മാ വന്നു പോകുന്നു, 10 രൂപ സ്വത്രാഴ്ച ഇടാൻ പറയുമ്പോഴത്തേക്ക് ഒരു സ്വത്രാഴ്ച ഇടുന്നു, പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ ബുദ്ധിമുട്ടി സ്വത്രം എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു ബന്ധമാണ് ആ സഭയ്ക്കകത്തുള്ളത്. അതെയോ ഈ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ഈ സഭയ്ക്കകത്ത് കൈയാണോ, കണ്ണാണോ, കാതാണോ, കാലാണോ, ആരാണ്? കൈയും കണ്ണും കാലും മാത്രമാണ് ശരീരത്തിന്. ആരും അറിയാതെ അകത്തിരുന്ന് സ്പന്ദിക്കുന്ന ഹൃദയമില്ലേ? ഉള്ളിലിരുന്ന് എല്ലാം അനാലൈസ് ചെയ്യുന്ന കരളില്ലേ? സ്തോത്രം. ഇതിനെല്ലാം അരിച്ചെടുക്കുന്ന ആന്തരിക അവയവങ്ങളില്ലേ? ഇതൊക്കെ ഉണ്ട്. എല്ലാരും രംഗത്ത് വന്നിരിക്കുകയല്ല, എല്ലാരും പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയല്ല, എല്ലാരും ഒരു പക്ഷെ മുമ്പിൽ വന്നിരിക്കുകയല്ല. എങ്കിലും ഉള്ളിലിരുന്നുകൊണ്ട് ഞരങ്ങുന്ന ചിലരുണ്ട്, ഉള്ളിലിരുന്നുകൊണ്ട് സ്പന്ദിക്കുന്ന ചിലരുണ്ട്.
അവരാണ് വിലയേറിയവർ. അവർ പുറത്തു വന്നില്ലെങ്കിലും അവരൊക്കെ അകത്തിരുന്നുകൊണ്ട് ആത്മാവിൽ ഒരു ജോലിക്കൊന്നും പോകുന്നുണ്ടായിരിക്കുകയില്ല. ബാക്കി ആ രാജ്യത്ത് ചെന്നവരെല്ലാവരും സ്തോത്രം ജോലിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ചെന്നത്. എങ്കിലും ദൈവം നിങ്ങളെ സഭയോടുള്ള ബന്ധത്തിൽ ജോലിക്ക് പോലും വിടാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന നിങ്ങൾ അതിന്റെ ഒരുപക്ഷെ ഹാർട്ടായിരിക്കാം, നിങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ സ്പന്ദനം നിന്നാൽ ചിലപ്പോൾ എല്ലാം നിന്നുപോകും. പ്രാർത്ഥിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ആരും പറയാതെ ഉപവാസം എടുക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവാത്മ പറയുന്നു, ഈ സ്തോത്രം നിങ്ങളിൽ ചിലരാണ്. നിങ്ങളുടെ പദവി എന്താണ്? നിങ്ങൾ വാസ്തവത്തിൽ ആരാണ്? സ്തോത്ര ഹല്ലേലൂയ. ഈ വാക്ക് വരുമ്പോൾ ഒരിക്കലും പറയാത്ത ചില വ്യാഖ്യാനങ്ങൾ ദൈവം പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, നീ ആ സഭയുടെ കാലാണ്. നീ വീണാൽ ദൈവത്തിനറിയാം എല്ലാം താഴെ പോകും. അതുകൊണ്ട് കിൻഡല് കണക്ക് സമ്മർദ്ദം നിന്റെ ചുമലയിൽ വന്നാലും എന്റെ കർത്താവ് നിന്റെ കാല് വഴുതാൻ അനുവദിക്കുകയില്ല. കാരണം നീ വീണാൽ സ്തോത്രം എല്ലാം പോയി എന്നറിയാം. നീ ഒരാളുടെ ഒരു കുടുംബത്തിന്റെ ആളല്ല. നീ കർത്താവിന്റെ വേലയിൽ ഒരുപക്ഷെ ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ സ്തോത്രം ആരും അറിയാതെ പാർക്കുന്ന ഒരു ദൈവദാസനെ ആരും അറിയാതെ നിന്റെ മാസത്തില് ദശാംശത്തിന് ഓഹരി കൊടുത്ത് സഹായിക്കുന്ന അവനെ സംബന്ധിച്ച് അവനെ നേരെ നിർത്തുന്നത് കാശ്മീരിലെയോ ബംഗാളിലെയോ അല്ലെങ്കിൽ ബീഹാറിലെയോ ഒരു ദൈവവേലയെ സംബന്ധിച്ച് ആ സഭയുടെ കാല് മാഞ്ചസ്റ്ററിൽ നിങ്ങളിൽ ആരും പറയാതിരിക്കുകയായിരിക്കും അവരെ നേരെ നിർത്തുന്നത്. അവൻ വീഴാൻ ദൈവം സമ്മതിക്കുകയോ? അവൻ വീണാൻ അവൻ വീണാൽ അവിടത്തെ വേല പോകത്തില്ലേ? അപ്പൊ നിങ്ങളൊരു പൊസിഷനാണ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരുമല്ല. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഈ ആത്മീക സൗധത്തിൽ ഒരു ഉത്തരവാദിത്വം എടുക്കുകയല്ല. എനിക്കതൊന്നും പറ്റിയല്ല. പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹം എല്ലാം വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലിരിക്കുകയുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നിങ്ങൾ ആ സത്യം അറിഞ്ഞു. അപ്പൊ ആ വരുമാനം പോയി. സ്തോത്രം. ഇത് അറിയുന്നതോറും 2 വർഷമുണ്ട്. ഇപ്പൊ ഇത്രയും നാളും ഇത് അറിഞ്ഞില്ലായിരുന്നു. അതിന്റെ പേര് നിങ്ങൾക്ക് സ്തോത്രം കർത്താവിനോട് പറയാറുണ്ട്, എന്റെ കർത്താവെ നമുക്കറിയില്ല, നമ്മൾ വന്നിരുന്നാൽ മതി ഓർത്ത്. ഇന്നിപ്പോ അങ്ങേര് വന്നത് പറഞ്ഞു, അങ്ങനെ ഇരുന്നാൽ ഇനി മുതൽ കിട്ടുകയല്ല. കാരണം എന്താ? നിങ്ങൾ ഈ സഭയിലെ ആരെങ്കിലും ആവണം. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. സ്തോത്രം. അങ്ങനെ ബോധ്യം ഉണ്ടെങ്കിൽ ഇനി നടക്കുള്ളൂ. നിങ്ങൾ ഈ സഭയിലെ കാലായി, ഈ സഭ എന്ന് പറഞ്ഞാൽ ആത്മീക ഗ്രഹത്തിന്റെ കാലായി മാറിയാൽ നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടോ? ഞാൻ ആദ്യം ഇപ്പൊ പറഞ്ഞതുപോലെ എവിടെയോ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ഓലക്കുടിൽ ആരാധിക്കുന്ന സ്തോത്രം ഏതെങ്കിലും ഊഷര ഭൂമിയിൽ ആരാധിക്കുന്ന ഒരു പാവപ്പെട്ട കൂട്ടായ്മയുടെ ഭാഷ അറിയാത്ത കൂട്ടായ്മക്കാരന് വേണ്ടി സ്തോത്രം മാസം തോറും 2000 രൂപ കൊടുക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ആ സഭയെ സംബന്ധിച്ച് ആ സഭയുടെ കാല് ഇംഗ്ലണ്ടിലാ, നിങ്ങളാ. അവര് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ വീഴാൻ ദൈവം സമ്മതിക്കരുത്. ദൈവത്തിന് തോന്നിയാൽ മതി. നിങ്ങൾ ചിലരുടെ കാലാണ്. സ്തോത്രം. നിങ്ങൾ ആ സഭയിൽ നേരെ നിൽക്കാൻ വേണ്ടി അതിനെ എങ്ങനെ നിൽക്കുന്നതും മാന്തിക്കളയുന്ന ഇടിച്ചു കളയുന്ന സ്തോത്രം എന്താ പറയുക, തുരപ്പനരിയെ പോലെ നിൽക്കുന്നതും തുറന്നു കളയുന്ന അല്ല. ഇതിനെ നേരെ നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തൊക്കെ നിർത്തുന്ന ഒരു കാലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഞാൻ തരാം, നിങ്ങൾ വീഴാൻ ദൈവം സമ്മതിക്കുകയാണ്. അപ്പൊ സഭയുടെ ആരെങ്കിലും അയക്കും. ഞാൻ ഇന്നത്തെ ദൂത് പറയാം, നിങ്ങൾ സഭയുടെ ആരെങ്കിലും ഒന്ന് അയക്കും. പറ്റുമെങ്കിൽ കാല് തന്നെ അയക്കും. കർത്താവ് പറയുന്നു വഴുതാൻ സമ്മതിക്കുകയല്ല. ദൈവോടെ പിടിച്ചു നിർത്തും. എത്ര കാലം വേണമെങ്കിലും നിങ്ങളെ ആ രാജ്യത്ത് നിർത്തും. നിയമം മാറിയാലും നിങ്ങളുടെ വിസ തീർന്നെന്ന് പറഞ്ഞാലും നിങ്ങളിത് പരിശോധിച്ചു നോക്കൂ. ദൈവം, ഞാൻ ഈ ഭാഗം ഒന്നും പറയാനില്ല, ദൈവത്തിന്റെ ദൂത് ഞാൻ പറയുക, പരിശോധിച്ചു നോക്കിയോ. കർത്താവ് പറയുന്നു സ്തോത്ര ഹല്ലേലൂയ, നിങ്ങളെ ദൈവമായ കർത്താവ് അവിടെ പിടിച്ചു നിർത്തും. സ്തോത്രം. ഇനി നിയമപരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലെന്ന് വന്നാലും നിങ്ങൾ കാലാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾ അവിടെ നിന്ന് സ്ലിപ്പാകരുത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, നിങ്ങളുടെ ഇപ്പോഴത്തെ വിസ സ്റ്റാറ്റസിൽ നിന്ന് നിങ്ങൾ വഴുതിപ്പോയാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കാലാണ് നിങ്ങൾ. നാട്ടിലേക്ക് വന്നപ്പോഴേക്ക് അപ്പച്ചനെയും മറന്ന് അമ്മച്ചയും മറന്ന് സഹോദരങ്ങളെ മറന്ന് സ്തോത്രം ഒരുതരം വല്ലാത്ത മനസ്സോടെ ഇരിക്കുന്നെങ്കിൽ എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി. അതിന് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്യരുത്. തിരിച്ചു ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാലാണെങ്കിൽ, നിങ്ങളെ രക്ഷിച്ചു വിട്ട, നിങ്ങളെ സ്തോത്രം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ട നിങ്ങളുടെ മാതൃസഭയുടെ കാലാണ് ഇന്നുമെങ്കിൽ ഞാൻ ഉറപ്പു പറയാം, അവര് നിങ്ങൾക്ക് അവരിരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും അല്ലെന്നേ. സ്തോത്രം. അതിനൊന്നും ഇപ്പൊ നാട്ടിലൊന്നും ആർക്കും നേരം കിട്ടിയില്ല. അന്ന് നിങ്ങൾ നോക്കണ്ട, ദൈവം അത് കാണുന്നുണ്ട്. നിങ്ങൾ വീണാൽ ചിലര് മൊത്തത്തിൽ താഴെ പോകും, കാലുകൾ പോയാൽ പോകും. സ്തോത്രം. ഇന്നത്തെ രാത്രിയിലെ ദൂതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഇത്. കാരണം എനിക്കറിയാം ഇത് മെമ്മറി പോലും ഇല്ലാത്ത ദൂതാണ്. കർത്താവിന്റെ ആത്മാവ് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരികയാണ്. അപ്പൊ ചിന്തിക്കേണ്ടത്, ഞാൻ കാലാവണം, ചിലരെ പിടിച്ചു നിർത്താൻ കാലാവണം. ഞാൻ ആയിക്കോളാം എന്ന് പറ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നവരെയും എന്റെ അപ്പന്റെ കാലായിക്കോളാം, ഞാൻ എന്റെ അമ്മയുടെ കാലായിക്കോളാം. അവരെന്നെ നൊന്ത് പറ്റിയ അമ്മയല്ലേ, അവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ പറയണം
വല്ലപ്പോഴും വല്ലതും കൊടുത്തിട്ട് ഒഴിവാകരുത്. ചേട്ടൻ അവിടെ ഉണ്ടല്ലോ, പെങ്ങൾ അവിടെ ഉണ്ടല്ലോ, അവര് വേണമെങ്കിൽ നോക്കട്ടെ എന്നൊന്നും പറയരുത്. നിങ്ങൾ ഇന്ന് തീരുമാനം എടുത്താൽ ഞാൻ പറയാം, നിങ്ങളെ ദൈവം നിങ്ങളുടെ പദവിയിൽ നിന്ന് താഴെ കളയില്ല. ആ കാല് വഴുതിയാലാ ഇവിടെ നാട്ടിലെ കുടുംബം താഴെ പോവും. സ്വർഗം അത് ചെയ്യില്ല. സ്തോത്രം. കർത്താവ് പറയുന്നൊരു വഴി പറഞ്ഞു തരുന്നു. നിന്നെ ആരൊക്കെ തോണ്ടി പുറത്തിറക്കാൻ നോക്കിയാലും, നിനക്ക് വിസ കാലാവധി തീർന്നു പറയും, ഇനി റിന്യൂവേഷൻ നടക്കില്ലെന്ന് പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം സമ്മതിച്ചാലല്ലേ നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. നീ അവിടെ കാലായി നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ശരീരം അൺഫിറ്റ് ആയാലും, മെഡിക്കലിൽ നീ തോറ്റാലും, ദൈവം പറയുന്നു കർത്താവ് നിന്നെ വീഴിക്കത്തില്ല. സ്തോത്രം. ഇത് ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ സ്പെഷ്യൽ ദൂതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് തരം വിസയിൽ അവിടെ ചെന്നാലും ദൈവം പറയുന്നു, വെറുതെ സഭയ്ക്കകത്തിരുന്ന് സമയം ദൈവമക്കളും പ്രാർത്ഥിക്കും, ഞാനൊരു മൂലയെ വന്നിരുന്ന് സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്ന പോലെ ഈ നന്മ കൊണ്ട് ഒപ്പിയെടുത്തോണ്ടു പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചും പറയാം, നിങ്ങൾ എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതി. തിരിച്ചു ഞാൻ പറയാം, ഇന്ന് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ഉറപ്പിക്കണം. ഞാൻ ഈ സഭയിൽ ഒരു ഭാഗമാണ്, കർത്താവിന്റെ തിരുസഭ. ഞാൻ ഈ രാജ്യത്തുള്ളിടത്തോളം കാലം, സ്തോത്രം, ഇത് വീഴാതെ നിൽക്കാൻ, ഇതിനെ പിടിച്ചു നിർത്താൻ, ഏതെങ്കിലുമൊക്കെ കൂട്ടായ്മയും കുടുംബത്തെ പിടിച്ചു നിർത്താൻ ഞാൻ എൻ്റെ വീട്ടിലെ പ്രതീക്ഷയാണ്. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ മറക്കരുത്. ദൈവം എന്നോട് പറയുന്നു, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മൂഡ് പോലും വരുന്നില്ല. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ആരോടൊക്കെ അത് പറയാൻ. നിങ്ങൾ നാടും വിട്ട് വീടും വിട്ട് അപ്പനെയും വിട്ട് അമ്മയും വിട്ട് കടലുകൾക്ക് ഇക്കരെ വന്നപ്പോൾ നിങ്ങളെല്ലാം മറക്കരുത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന കൊച്ചു സൂത്രം മൊബൈല് നിങ്ങളെ ചതിക്കരുത്. നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങളെ വീഴിക്കരുത്. സ്തോത്രം. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെ നേടിയാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാല ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ നാട്ടിലുണ്ട്. അവരുടെ കാല നിങ്ങളത് മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് 90 വയസ്സായാലും നിങ്ങൾ വീഴുകയില്ല. ദൈവം അത് സമ്മതിക്കുകയില്ല. നമ്മൾ നമ്മളെ മറന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എല്ലാം തകിടം മറിഞ്ഞേക്കാം, എല്ലാം തീർന്നേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കാലുകൾ വഴുതാൻ ഒരിക്കലും സമ്മതിക്കുക. വേദപുസ്തകത്തിലൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് എഴുതിയിട്ടുണ്ട്, കാല് വഴുതുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും മതി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കർത്താവിനെ താങ്ങിന്നൊക്കെ വേറെ വാക്യങ്ങളകത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഞാനതൊന്നും തയ്യാറെടുപ്പിലല്ല ഇരിക്കുന്നത്, എങ്കിലും തിരുവെഴുത്തിൽ കാണുന്ന ചില വാക്യങ്ങൾ, സ്തോത്രം, കാല് വഴുതുന്നു എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ, സ്തോത്രം, എത്രയാ 94-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യോടെ വായിച്ച് 7 കാര്യം പറയാനാ വന്നത്. 3 കാര്യം പറഞ്ഞോളൂ. സ്തോത്രം. ഇനി ബാക്കി 4 ഓടിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ദൂത് കിട്ടാതെ പോകും. നാളെ പകലും രാത്രിയും കൂടി ഞാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ, സ്തോത്രം, കുറച്ചുകൂടെ പ്രാർത്ഥിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ ദൂതിലേക്ക് ബാക്കി നാളെ രാവിലത്തെ സെക്ഷൻ വരെ, രാത്രി സെക്ഷൻ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് പറയാം. ഇപ്പൊ ഞാൻ ഈ വാക്യോടെ കാണിച്ചിട്ട് ഒരല്പസമയം നിങ്ങളൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ. ഈ വാക്യം ഒരു ഓപ്പണിങ്, എന്റെ കണ്ണ് തുറന്നു. ഞാൻ ഒരിക്കലും പറയാത്ത ഒരു 25 കൊല്ലമായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ പറയപ്പെടുന്ന വാക്യത്തെ കുറിച്ചൊക്കെ ഉറക്കത്തിൽ കിടന്നാലും ചിലതൊക്കെ പറയാൻ പറ്റും, അഹങ്കാരമല്ല, വിരുദ്ധമാണ്. പക്ഷെ ഇപ്പൊ പറയുന്ന ഈ വ്യാഖ്യാനം നിങ്ങളിൽ ആർക്കൊക്കെയുള്ള ദൈവത്തിന്റെ പ്രത്യേക പാക്കേജ്.